പൂവാലി എങ്ങനെ വെക്കാം വെച്ചിട്ട് ഒരു വച്ചിരിക്കുന്ന വെറുതെ കളഞ്ഞിട്ട് വല്ല കാര്യമാണ് അച്ഛനെ നോക്കി കളിക്കണ്ടേ പടത്തിനാ ഭയങ്കര തിരക്കാണല്ലോ ഞാനൊന്ന് നോക്കട്ടെ എത്രണ്ണോ ഒന്ന് മറിക്കാശനെ ഒരു അത്യാവശ്യ കാര്യം ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ആയതുകൊണ്ട് കിട്ടിയതാ കുടിക്കാൻ കളറ് സോഡ സർബത്ത് ചായ എന്താ പടം കൊള്ളാൻ കേട്ടോ വിജയകാന്ത് കലക്കിയിട്ടുണ്ട് 4 സ്റ്റണ്ടും 3 പാട്ടുണ്ട് ഞാനൊന്നല്ല സെക്കൻഡ് കയറി എന്താ കരുണാകരൻ ചേട്ടൻ നമ്മുടെ ഫ്രണ്ടാ അപ്പൊ വരാന്നേ ഓഹോ നീയാണോ ഭരതൻ? പുതുക്കാട് ഉത്സവത്തിന് മുച്ചീട്ട് കളിച്ചോണ്ടിരുന്ന ഇവനെ എന്റെ കൈ കിട്ടിയതാ. അന്നിവൻ രക്ഷപ്പെട്ടു വന്നു. എടോ കരുണാകരൻ സാർ, ഇവരോട് സ്റ്റേഷനിലേക്ക് വരാൻ പറ. ശരി സാർ. വണ്ടി വിട്. പറഞ്ഞു കേട്ടല്ലോ, അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. എന്താടോ ഇവിടെ ആശാൻ വന്നില്ലേ? അകത്തുണ്ട്, ജാമ്യം എഴുതിക്കൊണ്ടിരിക്കുക വക്കീല്. ആർക്കെങ്കിലും കിട്ടിയോടാ? എനിക്കൊന്ന് കിട്ടി ഇവിടെ. ഞാൻ ഡബിൾ മീനിങ്ങിലൊരു കാച്ചി കാച്ചി, പുള്ളിക്കത് മനസ്സിലായി തോന്നുന്നു. അതായി ഇവിടെ പൂശിയെ. അപ്പോഴും വക്കീലാട്ടെ വന്നതുകൊണ്ട് സാമ്പിളെ നിന്നു. ഇല്ലെങ്കിൽ മോഷണവും പിടിച്ചോറിയും നടത്തില്ലോ സാറേ. പിന്നെ എന്തിനാ ഈ അറസ്റ്റും ജാമ്യം ഒക്കെ? 10-250 രൂപ വക്കീലിന് കൊടുക്കണം. കോടതിയിലെ പിഴ വേറെ. വല്ലപ്പോഴല്ലേ ഉള്ളൂ, കുറച്ച് പിഴ കൊടുക്ക്. ഞങ്ങളൊന്ന് കുലുക്കി കുത്തിയാൽ അത് കുറ്റം. സർക്കാരിന് കുലുക്കി കുത്താം. ABCD സീരീസിൽ അവർ 1 രൂപയ്ക്ക് 1 ലക്ഷം കൊടുക്കുന്നു, ഞങ്ങൾ 1 രൂപയ്ക്ക് 2 രൂപ കൊടുക്കുന്നു. അതെ, അവര് കറക്കി കുത്തുന്നു, ഞങ്ങൾ കുലുക്കി കുത്തുന്നു. നിങ്ങൾ ഞങ്ങളെ കുലുക്കാതെ കുത്തുന്നു. താങ്ക്സ്, വരട്ടെ. കൂലിക്കാരൻ എന്ത് പറഞ്ഞടാ? പുതുക്കാട്ട് വെച്ച് എന്നെ കിട്ടാത്തതിന്റെ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ലെന്ന്. ഇനി കൈ കിട്ടുമ്പോ കണക്ക് തീർത്തോളാം. നീ എന്ത് പറഞ്ഞു? അറിയിച്ചാൽ മതി, സൗകര്യം പോലെ വന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അല്ല എന്താ? പോടാ പോട്ടെ. ഏതാടാ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ കൂടെ കണ്ട ആ പെണ്ണ്? ഗൗരി, ലക്ഷ്മിയമ്മയുടെ മോള്. ഓ, നിന്റെ. എന്താ ചോദിക്കാൻ കാരണം? അല്ല, എസ് ഐ അവളെ കണ്ടെന്ന് തോന്നുന്നു. എന്നോട് തിരിച്ചു മറിച്ചും ചോദിച്ചു, അവളേതാ? നിന്റെ ഭാര്യയാണോ, പെങ്ങളാണോ, ലവ് ആണോ, അതോ വേറെ വല്ല? ആളെ മനസ്സിലാകാത്തോണ്ട് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. കുരിക്കാടന്റെ കണ്ണ് അവിടം വരെ എത്തിയല്ലേ? ഇത് അധികം നാൾ നിൽക്കലടോ. 3-4 എൻക്വയറി പെൻഡിങ്ങില. ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഉറപ്പാണ്. കൂരിക്കാടനില്ലേ? അകത്തുണ്ട്. ഡോക്ടറിന്റെ എസ് ഐ ആയിട്ട്? കൂലിക്കാരനല്ലേ, ഡോക്ടറെയൊക്കെ പരിചയം കാണും. എപ്പോഴാ ഒരു DNCയുടെ ആവശ്യം എന്ന് പറയാൻ പറ്റുമോ? DNC അതെന്താ? അത് നിനക്ക് പ്രായപൂർത്തിയാവട്ടെ, എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കി. ശരി ശരി. വേഗം ചെല്ലേ. വെട്ടുകാട് കളച്ചന്തേ ചെന്ന് 4 കാശുണ്ടാക്കാൻ നോക്ക്. അങ്ങോട്ട് തന്നെയാ പോകുന്നേ. വെട്ടുകാട് ഏതായാലും ഇവിടത്തെ ഏമാന്റെ അധികാര പരിധി പെടുകയല്ലോ. അവിടെ വേറെ ആമ്പിള്ളേരാണല്ലോ എസ് ഐ ആയിട്ടിരിക്കുന്നത്. വേടാ, ഞങ്ങൾ പറ്റേ സാറേ. ഞങ്ങൾ വരട്ടെ. പണിക്കരോട് വിവരം പറഞ്ഞേക്കാം. എന്താ അങ്ങനെ? ഇങ്ങനെയുണ്ടോടാ ചെറുക്കൻ? കൊള്ളാം. 4 പേരോട് അളിയനാണെന്ന് പറയാൻ ഒരു അന്തസ്സുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കോടി പറയടി.
തലമുടിയുടെ ഫാഷൻ വല്ല കുഴപ്പമൊന്നുമില്ലേ? ആണോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിരകാലമായി നിങ്ങൾ ഏവരും കാത്തിരുന്ന കിങ്സ് കാർണിവൽ ഇതാ വരികയായി. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ പ്രദർശനം ആരംഭിക്കുന്നു. കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിവിധ ഇനം കലാപരിപാടികളുമായി എത്തുന്നു കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ നിങ്ങൾ കാണാൻ കൊതിച്ചിരുന്ന കാത്തിരുന്ന കാർണിവൽ കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ കാർണിവൽ, കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. കാർണിവലോ? എന്തോട്ട് കാർണിവലാ? ഇവിടെ ഇവന്മാര് എന്ത് കാണിക്കാനാ? നമ്മൾ തന്നെ ഇവിടെ പാടുപെട്ടിട്ട് ഒരു കോപ്പും കിട്ടണില്ല. ഇവന്മാര് കുറെ ഒലത്തും. ഇതുകൊണ്ട് പാടോ. ഒന്ന് വേഗം കുറഞ്ഞിട്ടാ. നാളത്തെ ചന്തയ്ക്ക് കോയമ്പത്തൂർ എത്തിക്കണ്ട, ഇല്ലെങ്കിൽ അബ്ദുല്ലാക്കുട്ടി സൂയിപ്പുണ്ടാക്കും. വാടോ ഇങ്ങോട്ട്. എല്ലാ കലാശാലകൾക്കും അടുത്ത പ്രതിഭാശാലികളുമായ മോട്ടോർസൈക്കിൾ ചാമ്പ്യന്മാരും പ്രാദേശിക ചാമ്പ്യന്മാരും ഒന്നടക്കം പങ്കെടുത്തുകൊണ്ട് കളിക്കുന്ന ആകാശത്തിൽ വെള്ളത്തിന്റെ നിരീക്ഷകരായി അടുത്ത കാലഘട്ടത്തിലുള്ള മുഖ്യമന്ത്രിയുമായി ചിന്തിക്കുന്നു. മോട്ടോർസൈക്കിളോടിച്ച അതേ മാന്ത്രികൻ സലാലപ്പി രാജോത്സവം നയിക്കുന്ന രാജ മതിക്കലാന്റെ പ്രദർശനം കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കലാസ്നേഹികളും വേഗം വേഗം ടിക്കറ്റിൽ കരസ്ഥമാക്കി ഞങ്ങളുടെ അടിപ്പോറിയത്തിലേക്ക് പ്രവേശിക്കൂ. മഞ്ഞും മാമലകളും മഞ്ഞുട്ടി പക്ഷികളുടെ നടുവിൽ നിന്ന് വളർത്തിയെടുത്ത ഈ പനിനീർ പുഷ്പത്തിന് നറുമണമുണ്ടെങ്കിൽ ആസ്വദിച്ചു, ഇല്ലെങ്കിൽ വലിച്ചെറിയൂ. ചരിത്രങ്ങളുടെ കൽപ്പാവടിയുടെയും വെള്ളാരം വാഴത്തിന്റെയും എണ്ണത്തിൽ പടങ്ങളുടെയും വാക്കത്തമ്മരത്തിമാരുടെയും കറുത്തമ്മമാരുടെയും നാടായ ചെറുശ്ശേരിയുടെ രാജാങ്കണ തെരുവുവീതികളിൽ സപ്തവർണ്ണങ്ങളാൽ ചാലിച്ചെഴുതിയ ഒരു ഇതിഹാസമായി മാറിയ രാജ മാജിക് ലാൻഡ്. റെഡിലേക്ക് റെഡ് അതിനെ ഇറക്കാം. ബ്ലൂ വൈറ്റ് ഗ്രീൻ ആനകാലി, മയിലുകാലി, ഒട്ടകംകാലി, കഴുതകാലി, കഴുതപ്പുലികാലി. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. രാജാവേ ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെ വെക്കാം, എവിടെയും വെക്കാം. കാളമെല്ലാം കാലിയാണല്ലോ. അതിന് ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ പോയുള്ളൂ. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. വെച്ചോ, ഞങ്ങളൊക്കെ ഒരു കമ്പനിയാണ്. വെച്ചോ, അതിൽ വെക്കണം, ഇതിൽ വെച്ചോന്ന് ഒരു പ്രശ്നമില്ല. ഇതിൽ വെച്ചോ. 5 രൂപ വെച്ച്. 5 രൂപ. ഇനിയും വെക്കാം, ഇനിയും കളങ്കാലി. വെറുതെ കാശ് കാർണിവൽ കാണാൻ പോളൂ. കൊടുത്ത കാശ് മുതലാവും. കാർണിവൽ എന്താ
എന്റെ അമ്മയുടെ ഒരു കാർഡ് ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചേരുടെ പാമ്പാവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ദാ പാമ്പ്. കാശ് താടോ. 15 രൂപ ഇതും കൂടി വെച്ചു. ഇനി വെക്കുന്നില്ല. ഓ ശരി. അച്ഛൻ പറഞ്ഞിട്ടാ കൈരേഖശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, കൈരേഖശാസ്ത്രം. എന്താടാ ആരുമില്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും ആ കാർണിവല്ലാത്ത ഇവന്മാര് വലിയ ഓടാലി ആവുമല്ലോ. നീ ആ കമ്മിറ്റിക്കാർ വന്ന് കരുത്തെ പിടിക്കണമെന്നെല്ലാം ചുരുട്ടിക്കെട്ട്. വാ. എങ്ങോട്ടാ? എപ്പോ വെച്ചാലും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അറ്റാച്ച്ഡ് ബാത്റൂം പോലെ. ഞങ്ങളുടെ കൂടെ ഞാൻ വന്നാണ്ടല്ലോ ഈ വിളക്ക് വെച്ച് നിന്റെ മുഖത്ത് ഹസ്തരേഖ ഞാൻ കരിച്ചളയും. എന്റെ മോന്ത കണ്ടില്ലേ പൂവൻകോഴി വിശ്വസിച്ചതുപോലെ. സത്യം അവിടെ കുത്തിയിരുന്നു.